നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലാ ജനറൽ ആശുപത്രിക്ക് 2,45,00,000 രൂപ അനുവദിച്ച് ജോസ് കെ മാണി MP. റേഡിയേഷൻ ചികിത്സാ വിഭാഗത്തിന് ടെലികോബാൾട്ട് യൂണിറ്റ് നിർമ്മിക്കും. വിശ്വാസപ്രഭയിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറി ഇനിയുള്ള 10 നാൾ ഭരണങ്ങാനത്തേക്ക് വിശ്വാസപ്രവാഹം. കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിക്ക് യാത്രയയപ്പ്. ഇനി സേവനം ഇടുക്കിയിൽ. കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരെന്ന് വി വിഘ്നേശ്വരി. വാർത്തകൾ വിശദമായി. പാലാ KM മാണി ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ സെന്ററിനായി 2,45,00,000 രൂപ കൂടി അനുവദിച്ച് ജോസ് കെ മാണി MP. റേഡിയേഷൻ ചികിത്സാ വിഭാഗത്തിന് ടെലികോബാൾട്ട് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ബങ്കർ നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. പാലാ ജനറൽ ആശുപത്രിയിൽ KM മാണി ക്യാൻസർ സെന്ററിനായി 2,45,00,000 രൂപ കൂടി ജോസ് കെ മാണി MP അനുവദിച്ചു. 2ാം തവണ രാജ്യസഭാ MPയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന് ഒരു പൊൻതൂവൽ കൂടി ഇതോടെ ലഭ്യമാക്കുകയാണ്. ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിലേക്ക് റേഡിയേഷൻ ചികിത്സാ വിഭാഗം കൂടി ആരംഭിക്കുന്നതിനായി ടെലികോബാൾട്ട് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ബങ്കർ നിർമ്മാണത്തിനായാണ് ജോസ് കെ മാണി MP 2,45,00,000 രൂപ അനുവദിച്ചത്. ടെലികോബാൾട്ട് യൂണിറ്റിനായി ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം പദ്ധതിയിൽ ഉപകരണം വാങ്ങുന്നതിലേക്ക് ജില്ലാ പഞ്ചായത്തും പാലാ നഗരസഭയും തുക ലഭ്യമാക്കിയിരുന്നുവെങ്കിലും ഉപകരണം സ്ഥാപിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമായിരുന്നില്ല. ബങ്കർ നിർമ്മാണത്തിനായുള്ള തുക ലഭ്യമാക്കിയതോടെ പദ്ധതി എത്രയും വേഗം സാക്ഷാത്കരിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ജോസ് കെ മാണി MP അറിയിച്ചു. ഇതിനായി റേഡിയേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രത്യേക കെട്ടിട നിർമ്മാണമാണ് ഭാവി ആവശ്യങ്ങൾ കൂടി കണ്ട് വിഭാവനം ചെയ്യുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കുക. CT സ്കാനർ ഉൾപ്പെടെ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾക്കായും ഡിജിറ്റൽ മാമോഗ്രാം, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനർ എന്നിവയ്ക്കായും ശ്രമങ്ങൾ നടത്തുന്നതായും ജോസ് കെ മാണി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. 10 നാൾ നീണ്ടു നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഭരണങ്ങാനത്ത് തുടക്കമായി. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയുയർത്തി. ഭരണങ്ങാനത്ത് വെള്ളിയാഴ്ച അൽഫോൻസാമ്മയുടെ സ്നേഹബലിയുടെ ഓർമ്മത്തിരുനാൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറി. മാർ ജോസഫ് കല്ലറങ്ങാട് കൊടിയുയർത്തി. സഹസ്രാബ്ദങ്ങളുടെ വിശ്വാസ പാരമ്പര്യം പേറുന്ന ഭരണങ്ങാനത്തിന് 10 നാളുകൾ നീണ്ടു നിൽക്കുന്ന അൽഫോൻസാമ്മയുടെ തിരുനാൾ എന്നാൽ നാടിന്റെ പുണ്യാഘോഷമാണ്. 9 ദിവസത്തേക്ക് രാവിലെ 5:30 മുതൽ സന്ധ്യയ്ക്ക് 7 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും 11:30 വിശുദ്ധ കുർബാന അഭിവാദ്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുക. 6:30 എല്ലാ ദിവസവും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 11:15 പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് കൊടിയേറ്റി. തുടർന്ന് 11:30 ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ഫാദർ ആന്റണി കൊല്ലിയിൽ, ഫാദർ ജോൺ നടത്തടം എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുനാളിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തി തയ്യാറാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള മ്യൂസിയം എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ അൽഫോൻസാമ്മ ജീവിച്ച മഠവും മുറിയും സന്ദർശിക്കുവാൻ സാധിക്കും. തിരുകർമ്മങ്ങൾക്ക് അൽഫോൻസ ഷറൈൻ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഇടവകപ്പള്ളി വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട്, തീർത്ഥാടന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗിർവർഗീസ് ആനിത്തോട്ടത്തിൽ, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഭരണങ്ങാനം. കോട്ടയത്ത് നിന്നും ഇടുക്കിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കോട്ടയം പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണെന്ന് അവർ പറഞ്ഞു. വോൾസ് ഓഫ് ലവ് പദ്ധതി നടപ്പിൽ വരുത്താൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നുവെന്ന് വി വിഘ്നേശ്വരി. പൊതുവെ പ്രശ്നങ്ങൾ കുറവുള്ള, സ്നേഹവായ്പോടെ പെരുമാറുന്ന ആളുകൾ എന്നിങ്ങനെ കോട്ടയത്തിന്റെ പ്രത്യേകത അനുഭവിക്കാനായെന്ന് കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബ്ബ് ഒരുക്കിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു കളക്ടറുടെ പ്രതികരണം. കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ആളുകളുടെ പെരുമാറ്റം ഏറ്റവും ഹൃദ്യമെന്നും കളക്ടർ. അധികമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനായി എന്ന് കളക്ടർ പറഞ്ഞു. വോൾസ് ഓഫ് ലവ് എന്ന പദ്ധതി വ്യാപകമാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 600 പദ്ധതി നടക്കുന്നുവെന്നത് സന്തോഷം നൽകുന്നുവെന്നും അവർ പറഞ്ഞു. കോട്ടയത്തെ രാഷ്ട്രീയ നേതാക്കൾ വളരെ പ്രൊഫഷണൽ ആണെന്ന് കളക്ടർ അഭിപ്രായപ്പെട്ടു. വളരെ പ്രൊഫഷണൽ ആണ്. എന്താ കാര്യം വേണോ നിയമമായിട്ട് നിയമം അനുസരിച്ച് എന്താ ചെയ്യണോ അത് മാത്രമേ അവർ ചോദിക്കൂ, അത് മാത്രമേ ചെയ്യൂ. അല്ലാത്ത അവർ ചോദിച്ചിട്ടില്ല, മറ്റുമില്ല. സോ ഡീസന്റ് പ്രൊഫഷണൽ രാഷ്ട്രീയ ആൾക്കാർ. ഇത് ഞാൻ മാത്രമല്ല, പുറത്തുള്ളവരും പറയും.
അവധി പ്രഖ്യാപനം കുട്ടികൾക്ക് അവകാശം പോലെയായി എന്നും കളക്ടർ പറഞ്ഞു. അവധിയെന്ന് പ്രചരിപ്പിച്ച ഫേക്ക് ന്യൂസ് സംബന്ധിച്ച അന്വേഷണം നടക്കും. കുട്ടികൾ നേരിട്ട് അവധി അഭ്യർത്ഥിക്കുന്നതാണ് പുതിയ പ്രവണത. സ്കൂളുമായി ബന്ധമില്ലാത്തവരും ഇത്തരം പ്രവണതയുടെ ഭാഗമാകുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്നത്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം കൂടുന്നത് തടയാൻ ഗ്രാസ് റൂട്ട് തലത്തിൽ പദ്ധതി അടുത്തുതന്നെ നടപ്പിൽ വരുമെന്ന് കളക്ടർ അറിയിച്ചു. ടൂറിസം കേന്ദ്രങ്ങൾ പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പദ്ധതികളും ആലോചനയിലുണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഇടുക്കിയിലേക്കാണ് വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതിയ തലമുറയിലെ പൊതുപ്രവർത്തകർക്ക് സംശുദ്ധ പൊതുജീവിതം എങ്ങനെയെന്ന് കാട്ടിക്കൊടുത്ത നേതാവും ഗുരുനാഥനുമാണ് PKV എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കിടങ്ങൂർ PKV സെന്റർ ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഏർപ്പെടുത്തിയ PKV പുരസ്കാരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ വർഗീയ പാർട്ടിക്കുണ്ടായ നേട്ടം LDFും UDFും പരിശോധനയ്ക്ക് വിധേയമാക്കണം. LDFിനുണ്ടായ പരാജയം ആപേക്ഷികമാണ്. ഇതിനെ അതിജീവിച്ചു കരുത്താർജിക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും CPI CPM ബന്ധം ആർക്കും തകർക്കാനാവില്ലെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമുള്ള മറുപടി പ്രസംഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുകളുണ്ടാകാം, യോജിക്കാത്ത അംശങ്ങൾ കണ്ടേക്കാം. അതങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു ഭാഷ ഞങ്ങൾക്കുണ്ട്. ആ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഞങ്ങൾക്ക് അശേഷം മടിയും ഉണ്ടായിട്ടില്ല. അതെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാണ്. അത് CPIക്ക് അറിയാം, CPM അറിയാം. അതറിയാത്തവരാണ് ചോദിച്ചത് ഗോവിന്ദൻ മാഷ് വരുമ്പോൾ. ഗോവിന്ദൻ മാഷ് ചോദ്യത്തിന് ഒരർത്ഥവും അടിസ്ഥാനമില്ല. ഗോവിന്ദൻ മാഷ് വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിരിക്കും, വരാതിരിക്കില്ല. പരാജയത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് പരിഹരിച്ചു മുന്നോട്ടു പോകാനുമുള്ള കരുത്ത് LDFിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 15ാമത് PKV പുരസ്കാരമാണ് ബിനോയ് വിശ്വം ഏറ്റുവാങ്ങിയത്. അവാർഡ് തുക PKV സെന്ററിന് സംഭാവനയായി ഏൽപ്പിച്ചു. സെന്റർ പ്രസിഡന്റ് G വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ സ്കോളർഷിപ്പും കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ചികിത്സാ സഹായവും വിതരണം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, PKV സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് VT, ITUC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, ബാബു K, ജോർജ് PK, ഷാജകുമാർ, ബോബി മാത്യു, PN ബിനു, അശോക് കുമാർ, മേഴ്സി ജോൺ, NB സുരേഷ് ബാബു, സുരേഷ് PG, ജോസ് കൊല്ലാറാത്ത്, ബേബി മാത്യു, OT ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോൾ പ്രദർശന മത്സരം നടന്നു. മത്സരത്തിൽ MLA-മാരുടെ ടീം ലാക്കാട്ടൂർ ഫിറോസ് ക്ലബ്ബുമായി ഏറ്റുമുട്ടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിലായിരുന്നു MLA-മാരുടെ ടീം ലാക്കാട്ടൂർ ഫിറോസ് ക്ലബ്ബുമായി ഏറ്റുമുട്ടിയത്. ആദ്യ പകുതിയിൽ 1-1 സമനിലയിലാണ് ഇടവേളയ്ക്ക് വിസിൽ മുഴങ്ങിയത്. MLA-മാരുടെ ഗോളി സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ തുടരെയുള്ള സേവുകളിലൂടെ ടീമിന്റെ ആധിപത്യം 2-1 നിലനിൽക്കെ കളിയുടെ അവസാന മിനിറ്റുകളിൽ ലാക്കാട്ടൂർ ടീം വീണ്ടും സമനില നേടി. തുടർന്ന് ഷൂട്ടൌട്ടിൽ 3-0 എതിരാളികളെ തകർത്ത് MLA-മാർ കളിക്കളം തിങ്ങി നിറഞ്ഞ കാണികളുടെ കയ്യടി നേടി. MLA-മാരായ T സിദ്ദിഖ്, PV ശ്രീനിജൻ, തോമസ് K തോമസ്, ചാണ്ടി ഉമ്മൻ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, സജീവ് ജോസഫ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിൽ ബൂട്ടണിഞ്ഞത്. പ്രദർശന മത്സരത്തിന് മുന്നോടിയായി പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ നിന്ന് കാട്ടൂരിലെ ടർഫ് കോർട്ടിലേക്ക് ദീപശിഖ പ്രയാണം നടന്നിരുന്നു. കോൺഗ്രസ് നേതാവ് ഹരിഹരൻ നായർ സംഭാവന ചെയ്ത 50 സെന്റ് ഭൂമിയിലാണ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കീഴിലുള്ള ഉമ്മൻചാണ്ടി ആശ്രയ കൂരാപ്പട കമ്മിറ്റി നേതൃത്വത്തിൽ വെറും 52 ദിവസം കൊണ്ടാണ് പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത്. 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആധുനിക നിലവാരത്തിലാണ് ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ് എന്നിവ കളിക്കാൻ സൗകര്യമൊരുക്കുന്ന ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാമ്പത്തിക രംഗത്ത് പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പിഴവ് പറ്റിയോ എന്ന് പരിശോധിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു. ജോയിന്റ് കൌൺസിൽ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2 ദിവസമായി പൊൻകുന്നത്ത് നടന്നുവന്ന ജോയിന്റ് കൗൺസിൽ കോട്ടയം ജില്ലാ സമ്മേളനം സമാപിച്ചു. പൊൻകുന്നം ലീല മഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PB ബിനു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക രംഗത്തെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ പിഴവ് പറ്റിയോ എന്ന് പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. സർക്കാരിന്റെ മുൻഗണന തീരുമാനിക്കുന്ന കാര്യത്തിൽ, പ്രയോറിറ്റി തീരുമാനിക്കുന്ന കാര്യത്തിൽ, സാമ്പത്തിക രംഗത്തിൽ അത് പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പിഴവ് പറ്റിയിട്ടുണ്ടോ പരിശോധിക്കണം. പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഒന്നാമത്തെ പരിഗണന എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയതിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമല്ലേ ഇത്. അതുകൊണ്ട് പൊതുവിതരണ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുക, കേരളത്തിലെ തൊഴിലാളികളുടെ ക്ഷേമം, അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങൾ, തോട്ടങ്ങൾ, പരമ്പരാഗത വ്യവസായത്തിലെ തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുക. ജീവനക്കാരോട്, തൊഴിലാളികളോട് മാത്രമല്ല ജീവനക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം നടപ്പിലാക്കാൻ കഴിഞ്ഞോ? വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത വിഷയം. പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്താനും കർഷക തൊഴിലാളികളെ കൂടെ നിർത്തുന്നതിനും സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് AD അജീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രദീപ് കുമാർ R, EA നിയാസ്, ജയചന്ദ്രൻ കല്ലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി. ഇടുക്കി വള്ളിയാമറ്റം സ്വദേശി കരുമാടി എന്ന് വിളിക്കുന്ന പ്രദീപ് കൃഷ്ണനാണ് പിടിയിലായത്. കിടങ്ങൂരിൽ സ്കൂളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി. ഇടുക്കി വെള്ളിയാമറ്റം സ്വദേശി കരുമാടി എന്ന് വിളിപ്പേരുള്ള പ്രദീപ് കൃഷ്ണനാണ് പിടിയിലായത്. കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ജൂൺ 26-നായിരുന്നു മോഷണം. ലെയ്ത്തിൽ നിന്നും മോഷ്ടിച്ച കമ്പി ഉപയോഗിച്ച് താഴ്ത്തകർത്തകത്ത് കയറിയ മോഷ്ടാവ് അലമാരയ്ക്കുള്ളിൽ ഡെപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 5000-ഓളം രൂപയാണ് കവർന്നത്. നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള പ്രദീപിനെതിരെ ഇടുക്കിയിലും ഈരാറ്റുപേട്ടയിലും 6 കേസുകൾ വീതവും അയർക്കുന്നത്ത് 4-ഉം പാലയിൽ 2 കേസുകളും നിലവിലുണ്ട്. തൊടുപുഴ മുട്ടത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ കിടങ്ങൂരിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: പുതുപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UPST അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 22-ന് രാവിലെ 11 മണിക്ക് അസൽ രേഖകളുമായി സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളായ PGDCA, DCA, DCAS എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായവർക്ക് DCAയ്ക്കും +2 പാസ്സായവർക്ക് DCAS കോഴ്സിനും ഡിഗ്രി പാസ്സായവർക്ക് PGDCAയ്ക്കും അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. ഫോൺ 048125055000. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിദ്യാകിരണം പദ്ധതിക്കായി 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സുനിധി പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.sunidhi.sgd.kerala.gov.in. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സർക്കാർ ഇതര അംഗീകൃത സ്ഥാപനങ്ങളിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കാവുന്ന അവസാന തീയതി 2024 ഓഗസ്റ്റ് 31. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ ജനറൽ ആശുപത്രിക്ക് 2,45,00,000 രൂപ അനുവദിച്ച് ജോസ് കെ മാണി MP. റേഡിയേഷൻ ചികിത്സാ വിഭാഗത്തിന് ടെലി കോബാൾട്ട് യൂണിറ്റ് നിർമ്മിക്കും. വിശ്വാസപ്രഭയിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറി ഇനിയുള്ള 10 നാൾ ഭരണങ്ങാനത്തേക്ക് വിശ്വാസപ്രവാഹം. കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന V. വിഘ്നേശ്വരിക്ക് യാത്രയയപ്പ്. ഇനി സേവനം ഇടുക്കിയിൽ. കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരെന്ന് V. വിഘ്നേശ്വരി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.